നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ടേക്ക് കടന്നിരിക്കുകയാണ് BBA-യുടെ അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ജേണി കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന സെക്കൻഡ് ഇയർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിനെ കുറിച്ചിട്ടും സെക്കൻഡ് സെമ്മിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സിലബസ് ഡീകോഡിംഗ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന്റെ തുടർച്ച എന്ന പോലെ നമ്മൾ ഈ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് നിങ്ങൾക്കുള്ള ലക്ഷ്യം ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട്, ഞാൻ മാത്രമേ നിങ്ങൾക്ക് അറിയില്ല എത്രമാത്രമാണ് പഠിക്കാനുള്ളത്, എത്ര വിഷയങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം പോലെ തന്നെ ഡിസ്കവർ ലേൺ അച്ചീവ് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കവർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻ. ഈ സിലബസ് ഡീകോഡിംഗ് സെഷനിൽ നിങ്ങളുടെ BBA സബ്ജക്ട്സ് ഈ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും വരാൻ പോകുന്ന നിങ്ങളുടെ സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും അതിനുള്ളിൽ വരുന്ന യൂണിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ സെഷനിൽ നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് അധികം സമയം കളയണ്ട, സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, തുടക്കത്തിൽ നമ്മൾ കാണിച്ചത് ഇപ്രാവശ്യം നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8ാമത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ വെച്ചിരിക്കുന്നത് ഓറിയന്റേഷന്റെ തീം എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ അച്ചീവ് എന്നാണ്. അപ്പൊ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് സെക്കൻഡ് ഇയറിലോട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ സെക്കൻഡ് സെമ്മിൽ വരുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ്, തേർഡ് സെമ്മിൽ വരുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയതാണെങ്കിലും അതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് കോഴ്സ് എന്താണ്, പ്രോഗ്രാം എന്താണ്, അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നു തരുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, BBA-യുടെ പ്രോഗ്രാം സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ആ പ്രോഗ്രാം സ്ട്രക്ചർ, അതായത് സെക്കൻഡ് ഇയറിലെ പ്രോഗ്രാം സ്ട്രക്ചർ എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ കോമ്പോസിഷൻ ഓഫ് കോഴ്സസ്, ഡീപ് ഡൈവ് ഇൻ ടു സിലബസ്, പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് ആൻഡ് ഇവാലുവേഷൻ. ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പൊ ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മളൊന്നും കൂടി ജസ്റ്റ് നിങ്ങൾക്കൊന്നത് റിമൈൻഡ് ചെയ്ത് തരുന്നതാണ്. പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BBA ആണ്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഇഗ്നോയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് BBA എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് മുമ്പിൽ ഓഫർ ചെയ്യുന്നത്. എന്താണ് പ്രോഗ്രാം എന്ന് പറയുന്നതും കോഴ്സ് എന്ന് പറയുന്നതും ആ 2 ടെർമിനോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, ആ സബ്ജക്റ്റിനെയാണ് നിങ്ങൾ മീൻസ് ആ പ്രോഗ്രാം BBA എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സ്ട്രീം എന്താണ് അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സുകൾ ആണ്. ഓരോ കോഴ്സിനുള്ളിലും നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഉണ്ട്. ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലും യൂണിറ്റ്സുകൾ ഉണ്ട്. നിങ്ങൾക്കത് അറിയാം, ഓൾറെഡി കഴിഞ്ഞ കാരണം അറിയാം. ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാപ്റ്റേഴ്സും യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് ടോപ്പിക്സും ആണ്. പിന്നെ ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്സ് പഠിക്കാനായിട്ടും നിങ്ങൾ എത്രമാത്രം സമയമാണ് ഡിവോട്ട് ചെയ്യേണ്ടത്, അതാണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം വെയിറ്റേജ് നിങ്ങൾ ഇൻ ദ സെൻസ് ഓഫ് ടൈമിന്റെ ബേസിൽ നിങ്ങൾ എത്രമാത്രമാണ് ഒരു സബ്ജക്റ്റിന് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇഗ്നോയുടെ പോയിന്റ് ഓഫ് വ്യൂല് 30 hours ഓഫ് സ്റ്റഡി ആണ്, 30 മണിക്കൂറാണ്. ഇപ്പൊ ഒരു സബ്ജക്റ്റിന് ഒരു ക്രെഡിറ്റ് എന്നാണ് ഇഗ്നോ അലോട്ട് ചെയ്തിരിക്കണമെങ്കിൽ അതിന് ഏകദേശം നിങ്ങൾ കൊടുത്തിരിക്കേണ്ട സമയം, അല്ലെങ്കിൽ 30 മണിക്കൂറാണ് നിങ്ങൾ മാക്സിമം അതിന് സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്നാണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പ്രോഗ്രാം ഡ്യൂറേഷൻ 3 years ആണ്. നിങ്ങൾക്ക് മാക്സിമം 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ എല്ലാവരും 3 year കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെമസ്റ്റർ ബേസ് ആണ് എക്സാം വരുന്നത്. BBA പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ടോട്ടൽ 24 കോഴ്സസുകളാണ് ഉള്ളത്. ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 120 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്.
ഇയർ 1 ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞു. ഇയർ 1 8 കോഴ്സസ് ഉണ്ട്, 40 ക്രെഡിറ്റ്സ്. ഇയർ 2 ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോകുന്ന സെഷൻ ആണ്. ഇയർ 2 8 കോഴ്സസ് തന്നെ, 40 ക്രെഡിറ്റ്സ്. ഇയർ 3യിലും സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, 8 കോഴ്സസ് 40 ക്രെഡിറ്റ്സ്. ഇനി നമ്മുടെ ഇന്നത്തെ സിലബസ് ഡീകോഡിങ്ങിന്റെ മെയിൻ പാർട്ടിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇയർ 2 നമുക്ക് 8 കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ സെമസ്റ്റർ 3 എന്ന രീതിയിലും സെമസ്റ്റർ 3യിൽ നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, അതിന്റെ കോഡ് വരുന്നത് BCOE 141. സെക്കൻഡ് സബ്ജക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, BCOG 171. തേർഡ് സബ്ജക്ട് മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, BRL 106. ആൻഡ് ഫോർത്ത് സബ്ജക്ട് ഇ-കോമേഴ്സ്, BCOS 184. ഇത്രയും സബ്ജക്ട്സ് ആണ് തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് സെമ്മിലോട്ട് കിടക്കുമ്പോൾ അവിടെയും 4 സബ്ജക്ട്സ്. അങ്ങനെയാണ് ടോട്ടൽ 8 സബ്ജക്ട്സ് ആയിട്ട് ഇയർ 2ലേക്ക് ഉള്ള ഒരു പാക്കേജ് വരുന്നത്. അപ്പൊ ഇയർ 4 ഇനി സെമസ്റ്റർ 4ലോട്ട് വരുമ്പോൾ BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ECO 13 ബിസിനസ് എൻവയോൺമെന്റ്, BMP 001 ബിസിനസ് റിസർച്ച്. ഇത്രയും സബ്ജക്ട്സുകളാണ് നിങ്ങൾക്ക് സെമസ്റ്റർ 1ലും സെമസ്റ്റർ 4ലും ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ നിങ്ങൾ പഠിക്കുന്ന കോഴ്സസിലെ ടൈപ്പ് ഓഫ് കോഴ്സ്, നിങ്ങളുടെ സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സസിന്റെ ടൈപ്പ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് എങ്ങനെയാണ്, എത്രമാത്രം ടൈമാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പൊ സെമസ്റ്റർ 1ലെ കോർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സെമസ്റ്റർ 1ലെ കോർ കോഴ്സസ്, സെമസ്റ്റർ 1ൽ 2 കോഴ്സസ് വരുന്നുണ്ട്. കോർ കോഴ്സസും വരുന്നുണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും വരുന്നുണ്ട്. അതിൽ കോർ കോഴ്സസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, തേർഡ് വൺ മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിന് 6 ക്രെഡിറ്റ് ആണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സിന് 6 ക്രെഡിറ്റ് തന്നെ. തേർഡ് സബ്ജക്ട് മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, അതിന് 4 ക്രെഡിറ്റ് ആണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും ടൈമാണ് നിങ്ങൾ ഡിവോട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനി സെമസ്റ്റർ 3യിൽ വരുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. അതിന് 4 ക്രെഡിറ്റ് ആണ് യൂണിവേഴ്സിറ്റി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ സെമസ്റ്റർ 4ലോട്ട് വരുമ്പോൾ അവിടെ കോർ കോഴ്സസ് പ്ലസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് വരുന്നത്. കോർ കോഴ്സസിൽ 3 കോർ കോഴ്സസിലോട്ടും 1 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിലോട്ടും പോകുന്നു. കോർ കോഴ്സസ്, ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 6 ക്രെഡിറ്റ്. സെക്കൻഡ് വൺ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് 6 ക്രെഡിറ്റ്. തേർഡ് വൺ ബിസിനസ് എൻവയോൺമെന്റ് 4 ക്രെഡിറ്റ്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ച് ആണ്, 4 ക്രെഡിറ്റ്. ഇനി ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിലും വരുന്ന പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ സബ് ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ BCOE 141 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതില് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. ഇത്രയും 4 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1ൽ വരുന്നത്. ബ്ലോക്ക് 2ലോട്ട് വരുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിന്റെ തന്നെ ബ്ലോക്ക് 2ൽ വരുന്നത് 3 യൂണിറ്റ്സുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. യൂണിറ്റ് 7 എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ്. ബ്ലോക്ക് 3ല് 3 യൂണിറ്റ്സ് തന്നെ വരുന്നുണ്ട്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്, അതായത് പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പ്രൈസിംഗ് നടത്താനായിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ബ്ലോക്ക് 3ൽ വരുന്നത്. ബ്ലോക്ക് 3ൽ തന്നെ യൂണിറ്റ് 9ൽ വരുന്നത് പ്രൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡിസ്കൗണ്ട്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് അലവൻസസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. യൂണിറ്റ് 10ല് റെഗുലേഷൻ ഓഫ് പ്രൈസസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസോടെ, അതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസോടെ. അപ്പൊ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ. അങ്ങനെ 2 യൂണിറ്റ്സ്. അതിൽ തന്നെ തേർഡ് യൂണിറ്റ് ആണ് എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ.
ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 ആക്കുന്നത്. പിന്നെ പ്രമോഷൻ ബ്ലോക്ക് 5 വരുമ്പോൾ പ്രമോഷൻ ആണ്. അപ്പൊ എന്താണ് പ്രമോഷൻ മിക്സ്, എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രമോഷൻ, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പ്രമോഷൻ. അതായത് ഒരു വസ്തു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ബ്ലോക്ക് 6 വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി എന്താണ് സർവീസ് മാർക്കറ്റിംഗ്? സർവീസ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആ സർവീസ് മാർക്കറ്റിംഗിൽ ഇപ്പൊ നേരിടുന്ന ഇഷ്യൂസുകൾ, ഇപ്പൊ കറന്റ് വരുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ യൂണിറ്റ് 17 സർവീസ് മാർക്കറ്റിംഗ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 18 വരുമ്പോൾ റൂറൽ മാർക്കറ്റിംഗ് എന്താണ്, യൂണിറ്റ് 19 വരുമ്പോൾ മാർക്കറ്റിംഗ് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗിലെ പാർട്ട് 1 വരുന്നുണ്ട്. യൂണിറ്റ് 20 എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് പാർട്ട് 2. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 6 കവർ ആവുന്നത്. അപ്പോൾ ഇത്രയും 6 ബ്ലോക്കുകളാണ് നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്. അതായത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ആ ഒരു സബ്ജക്റ്റില് വരുന്നത്. ഇനി BCOE 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സിലോട്ട് പോവാം. അതില് ബ്ലോക്ക് 1 ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കോൺസെപ്റ്റ്. എക്കണോമിക് സിസ്റ്റം എന്താണ്, ബേസിക് കോൺസെപ്റ്റ് എന്താണ്, ഇത്രയും കാര്യം ഇതാണ് ബ്ലോക്ക് 1 വരുന്നത്. അതിലിപ്പോ യൂണിറ്റ് 1 എന്നും യൂണിറ്റ് 2 എന്നും ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഫ്രെയിംവർക്ക്. ഇനി ബ്ലോക്ക് 2 ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാലോ അല്ലെ? ഹലോ. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറി, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് കൺസ്യൂമർ ഡിമാൻഡ്, എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോ ഓഫ് സപ്ലൈ എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അപ്ലിക്കേഷൻ. നിങ്ങൾ ഡെയിലി ലൈഫിൽ കയറുന്നതാണ് ഇത്രയും പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടി, അത് കാരണം പ്രൈസ് ഇത്രയും കൂടുന്നു, പ്രൈസ് കുറയുന്നു. അപ്പൊ ഇതിനൊക്കെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും സപ്ലൈ എന്നും പറയുന്നത്. അപ്പൊ എന്താണ് ഡിമാൻഡ് എന്നും ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, അത് എത്രമാത്രമാണ് പ്രൈസിനെ ബാധിക്കുന്നത്, പ്രൈസിങ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത്, അതാണ് യൂണിറ്റ് 6 ഡീൽ ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 7 ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ആ രണ്ട് തിയറികൾ, ആ രണ്ട് ലോകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തിയറീസുകൾ, എന്താ പറയാ, എമിനന്റ് ആയിട്ടുള്ള പല പേഴ്സണാലിറ്റീസുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊഡക്ഷൻ തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 9, 10, 11 എന്ന് പറയുന്ന യൂണിറ്റ്സിൽ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 ആൻഡ് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കെയർ. പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റിന്റെ തിയറികളും കാര്യങ്ങളും പ്രൊഡക്ഷനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റും കോസ്റ്റ് കെയറിന്റെയും തിയറീസുകളും എന്താണ് പ്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്നുണ്ട്, പ്രൊഡക്ഷന്റെ ബ്ലോക്കിൽ വരുന്നുണ്ട്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് വരുന്നതാണ് ബ്ലോക്ക് 4 തിയറി ഓഫ് പ്രൈസ്. അതില് നിങ്ങൾക്ക് 5 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ യൂണിറ്റ് 12 ഈക്വിലിബ്രിയം കോൺസെപ്റ്റ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ നോക്കിയിട്ടല്ല, നമ്മൾ വെറുതെ കണ്ണടച്ച് നമ്മൾ ഒരു പ്രൈസിങ് സിസ്റ്റം അല്ല കൊടുക്കുന്നത്. ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ് തീരുമാനിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരുപാട് തിയറീസുകളും അതിന്റെ പിന്നിലുണ്ട്. ആ തിയറി ഒക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് ഒരു മാനുഫാക്ചർ വില കൊടുക്കുന്നത്. അപ്പോൾ ഈക്വിലിബ്രിയം കോൺസെപ്റ്റ് എന്താണ്, ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. പിന്നെ ഓരോ മാർക്കറ്റ് കണ്ടീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് തീരുമാനിക്കുന്നത്, മൊണോപോളിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റില്, മൊണോപ്പൊളി ആയിട്ടുള്ള മാർക്കറ്റില്, ഒളിഗോപ്പൊളി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കില് ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റുകൾ എന്താണ്, മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളതും, അതായത് ഇതേപോലൊരു സിറ്റുവേഷൻ വരുന്ന കോമ്പറ്റീഷൻ വരുന്ന മാർക്കറ്റില് എങ്ങനെയാണ് പ്രൈസിങ് സിസ്റ്റം, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ്, ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ബ്ലോക്ക് 5 നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തില് നമുക്ക് നമ്മുടെ എന്താ പറയാ
നമുക്ക് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഒരു ഇൻകം നമ്മുടെ വീട്ടിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ ഒരു രാജ്യത്തിന് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യണം, അത് ഈക്വലി രാജ്യത്തിന്റെ എല്ലാ ഏരിയയിലോട്ടും ഈക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടുത്തെ ഗവൺമെന്റ് നടത്തണം. അപ്പൊ അതിനും ഇതേപോലെ എന്താണ് ഒരുപാട് തിയറീസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വരുന്ന ബ്ലോക്കിൽ പഠിക്കുന്നത്. 4 യൂണിറ്റ്സിൽ പഠിക്കുന്നത് എന്താണ് ഫാക്ടർ മാർക്കറ്റ്സ്. പിന്നെ യൂണിറ്റ് 18 ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 1 ഉണ്ട് വേജ് ആൻഡ് ഇൻട്രസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 2 റെന്റ് ആൻഡ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ 6 ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സിൽ 5 ബ്ലോക്കാണുള്ളത്. BRL 106 മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ബ്ലോക്ക് വൈസ് അല്ല കണ്ടന്റ് വരുന്നത്. ബ്ലോക്ക് ആക്കി അവിടെ ഒരു ഡിവിഷൻ വന്നിട്ടില്ല. ടോട്ടൽ നിങ്ങൾക്ക് 12 യൂണിറ്റ്സ് ആണുള്ളത്. അല്ലെങ്കിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. എന്താണ് HRM നെ കുറിച്ചുള്ള ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നതാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. യൂണിറ്റ് 2 പോകുമ്പോൾ ജോബ് അനാലിസിസ് എന്താണ്, ജോബ് ഡിസൈൻ എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, ഈ 3 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. യൂണിറ്റ് 3 വരുന്നത് മാൻ പവർ പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എങ്ങനെയാണ് നടത്തുന്നത്. യൂണിറ്റ് 4 വരുമ്പോൾ ഈ മാൻ പവർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടത്തും. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളതാണ് യൂണിറ്റ് 4 ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അവർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് പേഴ്സണെ എന്താണ് സെലക്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇൻഡക്ഷൻ കൊടുക്കണം, ഒരു ഓറിയന്റേഷൻ കൊടുക്കണം. അതാണ് എന്തുകൊണ്ട് യൂണിറ്റ് 5 വരുന്നത് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഒരു കമ്പനിയുടെ ഉള്ളിൽ ചെയ്തു പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സിൽ വരുന്നത്. യൂണിറ്റ് 6 വരുമ്പോൾ വൺസ് ഒരു ഇതിനെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ഓറിയന്റേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ടു ഗിവ് എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 6 പറയുന്നത്. യൂണിറ്റ് 7 കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഇടയിൽ ഒരു കമ്പനിയുടെ ഇടയിൽ വർക്ക് എന്താണ് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ റെലവൻസ് എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. യൂണിറ്റ് 18 വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ റിവാർഡ് സിസ്റ്റം ആണ് ഒരു കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 8 വരുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ, എങ്ങനെയാണ് ഒരു കമ്പനി ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 9 വരുന്നത്. യൂണിറ്റ് 10 വരുമ്പോൾ എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് ഡിസിപ്ലിൻ, അതായത് ഒരു എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളില് എംപ്ലോയീസിന്റെ പരാതികളും കാര്യങ്ങളും പരിഹരിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ ഒരു അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. യൂണിറ്റ് 11 വരുമ്പോൾ HR റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ HR റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് യൂണിറ്റ് 11 പറയുന്നത്. യൂണിറ്റ് 12 ഒരു കമ്പനി എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഉള്ളിൽ അവരുടെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിനുള്ള ടെക്നിക്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 12 വരുന്നത്. അപ്പൊ ഒരു എൻറ്റയർ ആയിട്ട് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഉള്ളില് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ടു ദി എൻഡ്, എങ്ങനെയാണ് ഒരു കമ്പനി അവരുടെ എംപ്ലോയിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതാണ് ആ ഒരു സബ്ജക്ട് ഡീൽ ചെയ്യുന്നത്. ഇനി സെമസ്റ്റർ 3 വരുന്ന ലാസ്റ്റ് സബ്ജക്റ്റ് ആണ് BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക്സ് ആണ് ഇതിൽ പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ഭാഗമായിട്ട് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ്, ആൻഡ് യൂണിറ്റ് 2 ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്, യൂണിറ്റ് 3 ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ്, യൂണിറ്റ് 4 ഇലക്ട്രോണിക് ഗവേണൻസ്. ഇത്രയും 4 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഇ പേയ്മെന്റ് സിസ്റ്റം. അപ്പൊ എന്താണ് ഇ പേയ്മെന്റ് എന്നുള്ള യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ഇ ബാങ്കിങ് എന്നുള്ളത് യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നു. ഇനി തേർഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ്, ഇങ്ങനെയാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 3 വരുന്നത്. അപ്പൊ യൂണിറ്റ് 7 വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളൊരു മീനിങ് അത് കൺവേ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 8 പോകുമ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയർ, എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഇലക്ട്രോണിക് കൊമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്.
യൂണിറ്റ് 9 വെബ് സെർവർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ, വെബ് സെർവറിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പാർട്സുകൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് 3. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് 10 തന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റി. യൂണിറ്റ് 2 വരുമ്പോൾ സൈബർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ IT ആക്ട് എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്താണെന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് 5 ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ പോർട്ടലുകളെ കുറിച്ചിട്ടും അതിന്റെ ആപ്ലിക്കേഷനുമാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യൂണിറ്റ് 13 ഇ ടെയിലിംഗ് എന്താണ്, യൂണിറ്റ് 14 ഈ സർവീസസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആപ്പ് ബേസ്ഡ് ആയിട്ട് ഇപ്പൊ ഒരുപാട് ഇ-കൊമേഴ്സ് വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് യൂണിറ്റ് 15 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മുടെ സെമസ്റ്റർ 3 നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് സെമസ്റ്റർ 4 കിടക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഹിബ മാം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഹിബ മാം. ഹലോ, കേൾക്കാമോ? ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് സെമ്മിൽ നമ്മൾ ഏതൊക്കെയാ സബ്ജക്ട് പഠിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലേ. ഏതൊക്കെ സബ്ജക്ട് നമുക്ക് തേർഡ് സെമ്മിൽ വരുന്നുണ്ട് എന്നുള്ളതും എത്ര ബ്ലോക്ക് വരുന്നുണ്ട്, എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഫോർത്ത് സെമ്മിൽ ഏതൊക്കെ സബ്ജക്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം അതിൽ വരുന്ന ഫസ്റ്റത്തെ സബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിയറി പേപ്പറും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം പേപ്പറാണ്. രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, രണ്ടും സെയിം ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. ഒരു തിയറി കം പ്രോബ്ലം പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പം ഇതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടൈം വാല്യൂ ഓഫ് മണി. തേർഡ് വൺ ഇസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഓക്കെ, അതായത് നമ്മളൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഏത് ഘടകം വെച്ചിട്ടാണ്, ഏത് ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് 2 പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ യൂണിറ്റ് 6 ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇതിന് 2 പാർട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ആണ് യൂണിറ്റ് 6, സെക്കൻഡ് പാർട്ട് ആണ് യൂണിറ്റ് 7. ഓക്കെ, ഇനി യൂണിറ്റ് 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും യൂണിറ്റുകളാണ് നമുക്ക് ബ്ലോക്ക് 2 വരുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നോക്കിയല്ലേ, ഇനി അടുത്തത് ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഇതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. സെക്കൻഡ് വണ് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. ആൻഡ് യൂണിറ്റ് 12 ലീവറേജ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ്. ഓക്കെ, ലിവറേജിനെ കുറിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, അതുപോലെ തന്നെ രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ലിവറേജ് എന്താണ്, കമ്പൈൻഡ് ലിവറേജ് അല്ലെ, അതെന്താണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 12 പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ് ഈ ഒരു ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്ക് 4 പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ പ്രോഫിറ്റിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് എന്ത് ചെയ്യും, നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പം അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ടോട്ടലി നമുക്ക് 4 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിവിഡൻസ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് എന്താണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 13 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 14 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് തിയറീസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ആണ് നമുക്ക് യൂണിറ്റ് 15 വരുന്നത്. ഇനി യൂണിറ്റ് 16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലോക്ക് 5 വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമുക്ക് എന്താണ് ഒരു ഫിക്സ്ഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടല്ലേ ഒരു കമ്പനിയിൽ. അപ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ റൂട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷനെയാണ് നമ്മൾ എന്താ പറയാ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് ഇതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്.
ഓക്കെ, അടുത്തത് ക്യാഷ് മാനേജ്മെന്റ്, റിസീവബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ബാക്കിയുള്ള 3 യൂണിറ്റ്സുകൾ. അപ്പം ഇതിൽ നമുക്ക് ടോട്ടലി 4 യൂണിറ്റ് ആണ് വരുന്നത് ബ്ലോക്ക് 5ല്. ഓക്കെ, അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 5 ബ്ലോക്കുകളാണ്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് വീതം വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് BCOE 144 എന്ന് പറയുന്ന സബ്ജക്ട്, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ് നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലോക്ക് 1ല് ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് അബൌട്ട് ദ ഓഫീസ്, ഓഫീസ് സ്പേസ് ആൻഡ് വെർച്വൽ സ്പേസ്, അതുപോലെ തന്നെ ഓഫീസ് ഇറ്റിക്വിറ്റി പറയുന്ന 3 യൂണിറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഓർഗനൈസിങ് ആൻഡ് ഓഫീസ്, എങ്ങനെയാണ് നമ്മളൊരു ഓഫീസ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഓഫീസ് മാനേജ്മെന്റ് എന്താണ്, അതുപോലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസ് മാനേജർ, ഒരു മാനേജറിന്റെ അല്ലെങ്കിൽ ഓഫീസ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലോക്ക് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫയലിംഗ്, ഇൻഡെക്സിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. ഇതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഫയലിംഗ് ഓഫ് ഡോക്യുമെന്റ്സ്, സെക്കൻഡ് യൂണിറ്റ് ആണ് ഇൻഡെക്സിംഗ് ഡോക്യുമെന്റ്സ് ആൻഡ് തേർഡ് യൂണിറ്റ് ആണ് പബ്ലിഷിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടുള്ള യൂണിറ്റ് ആണ് ഈ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലോക്ക് 4 നോക്കാം. ബ്ലോക്ക് 4 മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോംസ് യൂസ്ഡ് ഇൻ ഓഫീസ്. ഓക്കെ, ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഫോമുകൾ, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, മെയിലിംഗ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, മെയിൽ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 3 യൂണിറ്റുകൾ ഉണ്ട്, ഓഫീസ് ഫോംസ്, ഓഫീസ് സ്റ്റേഷനറി ആൻഡ് മെയിലിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പം ഇത്രയും 3 യൂണിറ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. ഇനി ബ്ലോക്ക് 5 മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ആൻഡ് സിസ്റ്റം ആണ്. ഇതിൽ നമുക്ക് സെയിം 3 യൂണിറ്റുകൾ വരുന്നുണ്ട്, മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ്, മോഡേൺ ഓഫീസ് സിസ്റ്റം, അതുപോലെ തന്നെ ബാങ്കിങ് ഫെസിലിറ്റീസ് ആൻഡ് മോഡ്സ് ഓഫ് പേയ്മെന്റ്. ഈ ഒരു 3 യൂണിറ്റ് ആണ് നമുക്ക് ബ്ലോക്ക് 5ൽ വരുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ബ്ലോക്ക് 6 ബഡ്ജറ്റ്, ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്. ഇതിൽ നമുക്ക് മൊത്തത്തിൽ 6 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സെക്കൻഡ് യൂണിറ്റ് ഓഡിറ്റ് ആണ്, തേർഡ് യൂണിറ്റ് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് സെക്രട്ടറിയൽ വർക്ക് ആൻഡ് ഫോർത്ത് യൂണിറ്റ് സെക്രട്ടറിയൽ ഫംഗ്ഷൻസ് ഇൻ ഓർഗനൈസേഷൻ ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മീറ്റിംഗ്സ്. ലാസ്റ്റത്തെ യൂണിറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ 6 ബ്ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെജോറിറ്റി ഓഫ് ബ്ലോക്കിലും നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള 6ാമത്തെ യൂണിറ്റിൽ മാത്രമാണ് നമുക്കൊരു എന്താ പറയാ കുറച്ച് കൂടുതൽ യൂണിറ്റുകൾ വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിലും കുറച്ച് യൂണിറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ഓഫീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്. അതിന്റെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ് മെയിൻലി ഈ ഒരു സബ്ജക്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സബ്ജക്റ്റ് ആണ് ECO 13 ബിസിനസ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പം ഇതില് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ബിസിനസ് ആകുമ്പോൾ അതിനെന്തുണ്ട്, അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും, ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അതിന്റെ എൻവയോൺമെന്റ് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, എന്തൊക്കെയാണ് ഇന്റേണൽ എൻവയോൺമെന്റ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റത്തെ ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്, നാച്ചർ ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ് ആൻഡ് ഓവർവ്യൂ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. ഈ ഒരു 3 യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കുമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നതും സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആണ്. അപ്പം അതിനെ കുറിച്ച് പഠിക്കുന്ന 2 യൂണിറ്റ് ആണ് യൂണിറ്റ് 2ഉം യൂണിറ്റ് 3 എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ബിസിനസ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, ബിസിനസ് എന്താണ്, അതുപോലെ തന്നെ ഗവൺമെന്റ് എന്താണെന്നുള്ളതാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത്. ഇതിൽ നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി, സെക്കൻഡ് യൂണിറ്റ് ആണ് റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്, ആൻഡ് തേർഡ് യൂണിറ്റ് മാക്രോ എക്കണോമിക്സ് പോളിസീസ്, ആൻഡ് ദ ഫോർത്ത് യൂണിറ്റ് ഇസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബ്ലോക്ക് 3 നോക്കാം. ബ്ലോക്ക് 3 എക്കണോമിക് പോളിസി ആൻഡ് ഫ്രെയിംവർക്ക് ആണ്. അപ്പം ഇതിൽ പറയുന്നത് എക്കണോമിക് പോളിസി എങ്ങനെയാണ് ഒരു എക്കണോമിക് പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു കൺട്രി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എക്കോണമി എങ്ങനെയാണ് ഒരു എക്കണോമിക് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതുമാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 8
ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. യൂണിറ്റ് 9 പറയുന്നത് ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് 10 പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, യൂണിറ്റ് 11 പറയുന്നത് സ്മോൾ സ്കെയിൽ സെക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു 4 യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ വരുന്നുണ്ടാവുക. ഇനി യൂണിറ്റ് 4 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് എക്കണോമിക് റിഫോംസ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ സെക്ടർ എന്താണ്, അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസും എക്സ്റ്റേണൽ സെക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ബ്ലോക്ക് 4 നമ്മൾ പറയുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് ടോട്ടലി 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 12 ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് MNCs ആണ്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യത്തല്ലാണ്ട് വേറൊരു രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് MNCs എന്ന് പറയുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസ്. ഓക്കെ, അപ്പം അതാണ് യൂണിറ്റ് 12 എന്ന് പറഞ്ഞാല്. ഇനി യൂണിറ്റ് 13 എന്ന് പറഞ്ഞാല് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, ഇന്ത്യ നടത്തുന്ന ഫോറിൻ ട്രേഡുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അതാണ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 14 ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സിം പോളിസി. ഓക്കെ, അപ്പം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്താണ്, അതുപോലെ തന്നെ എക്സിം പോളിസി, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 14 എന്ന് പറഞ്ഞാൽ. ഇനി യൂണിറ്റ് 15, ഇതിൽ തന്നെ യൂണിറ്റ് 15 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ് ആണ്. ഇനി യൂണിറ്റ് 16 എന്ന് പറഞ്ഞാൽ ന്യൂ എക്കണോമിക് പോളിസിയാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 5 ബ്ലോക്കുകളാണ് ഉള്ളത് അല്ലെ. 4 ബ്ലോക്കുകളാണുള്ളത്. ഓക്കെ, അപ്പം കുറച്ച് അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു എന്താ പറയാ ഒരു സബ്ജക്റ്റ് ആണിത്. അപ്പം അത്യാവശ്യം കുറച്ച് വൈഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ്. ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റ് ആണ് ബിസിനസ് റിസർച്ച്, BMP 001 എന്ന് പറയുന്നത്. ഇതൊരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അപ്പം ഇതിന്റെ സിലബസ് ഇതുവരെ എന്താ പറയാ ഇതിനോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഒരു അണ്ടർ ഡെവലപ്മെന്റ് ആണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പം അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, ഏത് രീതിയിലാണ് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഓൾറെഡി ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് അതിന് ഒന്നും കൂടെ നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് റിമൈൻഡർ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ സെമിസ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഇഗ്നോ സ്റ്റഡി സെന്ററിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് എല്ലാ കോഴ്സിനും ഓരോ അസൈൻമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അസൈൻമെന്റിന് എന്തുണ്ടായിരിക്കും, ഡെസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. നമ്മൾ ഹാൻഡ് റിട്ടൺ ഫോമിലായിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റിന്റെ ഒരു ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടിയിട്ട് നമ്മുടെ അസൈൻമെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിത് സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കണം. ഓക്കെ, നമ്മുടെ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ ആരാണോ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിത്തിൻ എ മന്ത് ഓഫ് സബ്മിഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇവാലുവേറ്റഡ് അസൈൻമെന്റ്സ് എന്ത് കിട്ടും, ഈ ഒരു ഇഗ്നോ സ്റ്റഡി സെന്റേഴ്സിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഇവാലുവേറ്റഡ് അസൈൻമെന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു അസൈൻമെന്റിനെ നമുക്ക് ആ ഒരു ടൈമിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസൈൻമെന്റിനെ വിളിക്കുന്ന പേരാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ്, ഓൺലി വെൻ യു പാസ് മിനിമം 35% ഇൻ ദ അസൈൻമെന്റ്സ് ഓഫ് എ കോഴ്സ്. ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അസൈൻമെന്റിൽ 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ അസൈൻമെന്റിൽ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് സെഷനിൽ വരുന്ന ഫ്രഷ് അസൈൻമെന്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുക, ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ ഒരു ഡ്യൂ ഡേറ്റിനുള്ളിലായിട്ട് നമ്മൾ അത് റീസബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അസൈൻമെന്റിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജൂണിലും ഡിസംബറിലും ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, ടേം ആൻഡ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റ്സിൽ ഒരു പാസ് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ജൂണിൽ എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 31 മാർച്ചിന് മുമ്പായിട്ടായിരിക്കും നമ്മൾ
ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇനിയിപ്പോ ഡിസംബറിലാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 13th സെപ്റ്റംബറിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഫോം ഫിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കിന്റെ അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. ഓരോ കോഴ്സിലും 35% ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 35% ഏതെങ്കിലും കോഴ്സിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിത്തിൻ 6 year ഓഫ് പ്രോഗ്രാം, ഒരു 6 yearനുള്ളിലായിട്ട് നമുക്ക് വരുന്ന നെക്സ്റ്റ് സെം എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം നോക്കാം. ഓക്കെ, അപ്പം ഇവാലുവേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി 2 പാർട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് തിയറി ത്രൂ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് വഴിയുള്ള ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് ഈ ഒരു ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വണ് ടേം ആൻഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടായിരിക്കാം. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിന്റെ 30%, അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70% ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രേഡിംഗ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 point ഗ്രേഡിംഗ് സിസ്റ്റം ആണുള്ളത്. അപ്പം അതിൽ നമുക്ക് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രേഡിംഗ് ടേബിൾ ആണ് നോക്കുന്നത്. അതിൽ അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ ഗ്രേഡിലായിരിക്കണം. അതായത് നമ്പർ ഓഫ് ഗ്രേഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കണം. ഓക്കെ, പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 85%-ന്റെ മേലെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി A+ കിട്ടണം എന്നുണ്ടെങ്കിൽ 75% തൊട്ട് 85% വരെയാണ് A+ കിട്ടുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ 65% തൊട്ട് 75% വരെയാണ് A കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് 55% തൊട്ട് 65% ആണെന്നുണ്ടെങ്കിൽ B+ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി 55% തൊട്ട് 55% വരെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി B. ഓക്കെ, അതുപോലെ തന്നെ 40 തൊട്ട് 50 വരെയാണെന്നുണ്ടെങ്കിൽ C ആയിരിക്കും. ഇനി 35 തൊട്ട് 40 വരെയാണെന്നുണ്ടെങ്കിൽ D. പാസ് മാർക്കാണ് 35 to 40 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് F ആണെന്നുണ്ടെങ്കിൽ മിനിമം എന്താണ് 35 ആണ് നമുക്ക് വരുന്നത് അല്ലെ, 35% അല്ലേ വരുന്നത്. അപ്പം 35ന്റെ താഴെയാണ് നമുക്ക് മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ AB മീൻസ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ട് സെക്കൻഡ് ഇയറിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്. അപ്പം ഇത്രയാണ് നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത്, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും എനിവേ ഒരിക്കൽ കൂടെ നിങ്ങൾ BBA സെക്കൻഡ് ഇയറിലോട്ട് വെൽക്കം ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.